ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണത്തിൽ കാണാതായവരുടെ പട്ടിക തയ്യാറാക്കും. 20 വർഷത്തിനുള്ളിൽ കാണാതായവരുടെ പട്ടികയാണ് SIT തയ്യാറാക്കുന്നത്. അതിനിടെ നിരവധി പേരെ അടക്കം ചെയ്തെന്ന വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്തു. ധർമ്മസ്ഥലയിലെ ദുരൂഹമരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് സ്റ്റേഷനിലെത്തി രേഖകൾ കൈപ്പറ്റിയിരുന്നു. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 20 വർഷത്തിനുള്ളിൽ കാണാതായവരുടെ പട്ടികയാണ് SIT തയ്യാറാക്കുന്നത്. ദുരൂഹമരണങ്ങളുടെയും അജ്ഞാത മൃതദേഹങ്ങളുടെയും കണക്കെടുക്കുന്നുണ്ട്. നിലവിൽ ബെൽത്തങ്കാടി SIT ക്യാമ്പിന് കനത്ത സുരക്ഷയാണ് നൽകുന്നത്. ലാൻഡ് റെക്കോർഡ്സ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ക്യാമ്പിലുണ്ട്. ധർമ്മസ്ഥലയിലെ റിസർവ്ഡ് വനത്തിലടക്കം വിവിധ സ്ഥലങ്ങളിൽ മൃതദേഹം മറവു ചെയ്തിട്ടുണ്ടെന്നാണ് മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. 1998നും 2014നും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. 24 അംഗ അന്വേഷണ സംഘത്തിൽ വനിതാ ഉദ്യോഗസ്ഥയെ നിയമിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഏക വനിതാ IPS ഉദ്യോഗസ്ഥ നേരത്തെ പിന്മാറിയിരുന്നു. ഉത്തര കന്നഡ, ചിക്കമംഗളൂരു, ഉടുപ്പി എന്നീ ജില്ലകളിൽ നിന്നടക്കമുള്ള ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തി. കർണാടകയിലെ ഏതെങ്കിലും സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസുകൾ ആവശ്യമെങ്കിൽ ഏറ്റെടുത്ത് അന്വേഷിക്കും. ശുചീകരണ തൊഴിലാളിയെ ഇന്നലെ രാത്രി വൈകിയും ചോദ്യം ചെയ്തു. 100ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹം ധർമ്മസ്ഥലയിലെ പലയിടങ്ങളായി കുഴിച്ചുമൂടിയിട്ടുണ്ടെന്നാണ് മൊഴി നൽകിയത്. നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. നിരവധി കൊലപാതകങ്ങൾ താൻ നേരിട്ട് കണ്ടെന്നും മറവു ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാൾ മൊഴി നൽകി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.